എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അടിപൊളിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മാനിക്യൂർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മാനിക്യൂറിൻ്റെ ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ നെയിൽ പോളിഷ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റായിട്ട് ഒന്ന് റിമൂവ് ചെയ്യുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ബാക്കി സ്റ്റെപ്സ് എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു നെയിൽ പോളിഷ് റിമൂവർ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നെയിൽ പോളിഷ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പം നഖം വെട്ടുന്നവർക്ക് നഖം വെട്ടിക്കളയാട്ടെ. പക്ഷെ ഞാൻ എൻ്റെ നഖം വെട്ടിക്കളയുന്നില്ല, വേറൊന്നും കൊണ്ടൊന്നല്ല, എനിക്ക് നഖം ഉള്ളതാണ് കേട്ടോ ഇഷ്ടം. നഖം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് എൻ്റെ കൈ കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പം തനിയെ പോകുവാണെങ്കിൽ ഞാൻ അങ്ങനെ വെട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ വെട്ടിക്കളയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ വെട്ടേണ്ടവർക്ക് വെട്ടാം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. അതിലേക്ക് നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സോപ്പോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, പിന്നെ ലെമൺ ജ്യൂസ്, ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം നമ്മുടെ കൈ അങ്ങനെ തന്നെ മുക്കി വെക്കണം. അതിന് ശേഷം വേണം കേട്ടോ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. ഇനി നമുക്കത് ഈ ഒരു നാരങ്ങയുടെ തോട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ നെയിൽസും അതുപോലെ തന്നെ നമ്മുടെ കൈയെല്ലാം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ നെയിൽസിൻ്റെ ആ ഒരു വൈറ്റിഷ് കളർ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ നെയിൽ ഗ്രോത്തിനും എല്ലാം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനെല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമുക്കിനി ഇതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നെയിൽസ് എല്ലാം നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ. അന്നേരം നന്നായിട്ട് നമ്മുടെ നെയിൽസ് എല്ലാം വൃത്തിയാവും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ നഖത്തിൻ്റെ അടിയിലൊക്കെ ഡേർട്ട് നന്നായിട്ട് കളയാനായിട്ട് നമുക്ക് ഇതുപോലൊരു സ്ലൈഡ് യൂസ് ചെയ്യാം കേട്ടോ. സാധാരണ നമ്മുടെ തലയിലെല്ലാം കുത്തുന്ന സ്ലൈഡ് ഉണ്ടല്ലോ, ആ ഒരു സ്ലൈഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കളയാം കേട്ടോ. ഇതിനായിട്ട് നമുക്കൊരു സെറ്റൊന്നും മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് മാനിക്യൂർ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ.
കൈയിൻ്റെയും നഖത്തിൻ്റെയും ക്ലീനിങ്ങിന് ശേഷം നമുക്ക് കൈ ഒന്ന് വാഷ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബിങ്ങിലേക്കാണ് കേട്ടോ നമ്മൾ കിടക്കുന്നത്. അതിനായിട്ട് നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. കോഫി പൗഡർ, ഷുഗർ, പിന്നെ വേണ്ടത് കുറച്ച് തൈര് കേട്ടോ. ഇത് 3 മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്രബിങ്ങിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ സ്ലോ ആയിട്ട് നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്പീഡായിട്ട് സ്ക്രബ് ചെയ്യരുത്, വളരെ സ്ലോ ആയിട്ട് ചെയ്യുക. ഒരു 3-4 മിനിറ്റ് നേരം സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം. സ്ക്രബിങ് കഴിഞ്ഞിട്ട് നമുക്ക് കൈയൊന്ന് വാഷ് ചെയ്തിട്ട് വരണം. അപ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് കൈക്ക് ഫീൽ ചെയ്യും, നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്കൊരു പാക്കാണ് കേട്ടോ തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. സാധാരണ തക്കാളി എടുത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. അതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞൊരു കഷ്ണം ലെമണാണ്, അത് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ല രീതിക്ക് സൺ ടാൻ എല്ലാം മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് നമ്മുടെ 2 കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു 15-20 മിനിറ്റ് നേരം നമുക്ക് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒരു മസാജിങ് എല്ലാം കൊടുത്തതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റ് നേരം വെക്കാം. ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് അതിൻ്റെ നനവെല്ലാം ഒന്ന് അബ്സോർബ് ചെയ്തതിന് ശേഷം നമുക്കത് സാധാരണ വെള്ളത്തിലൊന്ന് മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്കിത് സാധാരണ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്യാം. അതിനുശേഷം ഒരു നെയിൽ പോളിഷും കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു മാനിക്യൂർ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് നെയിൽ പോളിഷ് ഇട്ടേച്ചാൽ മതി. ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ നെയിൽ പോളിഷ് ഇടുന്നത്. ഞാൻ 2 കയ്യിലും ഇടുന്നില്ല, ഞാൻ ഈ ഒരു എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ മാത്രം കേട്ടോ നെയിൽ പോളിഷ് ഇടുന്നുള്ളൂ. അപ്പം നെയിൽ പോളിഷും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വെറും 2 സ്റ്റെപ്പാണ് ഈ ഒരു മാനിക്യൂറിൽ പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി ഞാനൊരു പെഡിക്യൂർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കൂട്ടോ. അതും വളരെ സിമ്പിളാണ്, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഈ മാനിക്യൂറും പെഡിക്യൂറും എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് ഈ പാർലറിലൊന്നും പോകാണ്ട് സിമ്പിളായിട്ട് നമുക്ക് പൈസ ഒന്നും കൊണ്ട് കളയാണ്ട് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ആ പാർലറിൽ അതേ ഒരു എഫക്റ്റ് കിട്ടുകയാണെങ്കിൽ അത്രയ്ക്ക് ലാഭമാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ലാസ്റ്റത്തെ ഒരു ഫിനിഷിങ് വന്നിട്ട്. അപ്പം നല്ല രീതിക്ക് സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ.